നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹം 3-ാം തീയതി, അതായത് ജനുവരി 3-ാം തീയതി കേരളത്തിലേക്ക് എത്തും എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. എന്താണ് പ്രധാനമന്ത്രി ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ എത്തുമ്പോൾ എന്തൊക്കെയായിരിക്കാം അദ്ദേഹം പ്രഖ്യാപിക്കുക, എന്തൊക്കെ പ്രതികരണങ്ങളായിരിക്കാം അദ്ദേഹം നടത്തുക എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ക്രൈസ്തവ നേതാക്കളെ പ്രധാനമന്ത്രി വീണ്ടും നേരിട്ട് കാണുമെന്ന് BJP അറിയിച്ചു. കേരളത്തിലെത്തുമ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ നേതാക്കൾക്കും പ്രമുഖർക്കും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നൽകിയ വിരുന്നിന് കിട്ടിയത് നല്ല പ്രതികരണമാണെന്നും BJP വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കാര്യം തള്ളിക്കളയാനാവില്ല എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത്. എന്താണ് പ്രധാനമന്ത്രി ഈ ഒരു കേരളത്തിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു രാഷ്ട്രീയ പ്രതികരണം, രാഷ്ട്രീയപരമായിട്ടുള്ള എന്തൊക്കെ വെളിപ്പെടുത്തലുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്നതും ഏറ്റവും ആകാംക്ഷ കാര്യം തന്നെയാണ്. നടൻ സുരേഷ് ഗോപി ലോക്സഭാ സ്ഥാനാർത്ഥിയാകുന്ന തൃശൂർ മണ്ഡലത്തിലാണ് പ്രധാനമന്ത്രി എത്തുക. തേക്കിൻകാട് മൈതാനത്ത് ജനുവരി 3-ന് പ്രധാനമന്ത്രി എത്തും. വൈകിട്ട് 3 മണിക്ക് മഹാസമ്മേളനം നടക്കും. സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. തൃശൂരിലും സമീപ ജില്ലകളിൽ നിന്നായി 2 ലക്ഷത്തിലേറെ സ്ത്രീകളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് മോദിയുടെ ആദ്യ പരിപാടി എന്ന പ്രത്യേകത കൂടെയുണ്ട്. ജനുവരി 2-ന് നിശ്ചയിച്ചിരുന്ന പരിപാടി പ്രധാനമന്ത്രിയുടെ സൗകര്യാർത്ഥം 3-ലേക്ക് മാറ്റുകയായിരുന്നു. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ BJP കേരള ഘടകം ആദരിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചു. 2 മണിക്ക് റോഡ് ഷോ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാണ് 3 മണിക്കുള്ള മഹാസമ്മേളനത്തിലേക്ക് അദ്ദേഹം എത്തുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ മത്സരിച്ചാലും വിജയിക്കാനുള്ള പിന്തുണ അദ്ദേഹത്തിനുണ്ടെന്നും എന്നാൽ അദ്ദേഹം എവിടെ മത്സരിക്കണമെന്ന കാര്യം കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുകയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വന്ന് മത്സരിക്കാമെങ്കിൽ ഞങ്ങൾക്ക് വന്ന് മത്സരിച്ചുകൂടെ എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർക്കും എവിടെ വേണമെങ്കിലും മത്സരിക്കാം. നരേന്ദ്രമോദിക്ക് രാജ്യത്ത് എവിടെ മത്സരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, ജനപിന്തുണയുണ്ട്. രാജ്യത്തെ ഏത് മുക്കിലും മൂലയിലും മത്സരിച്ചാലും മോദിക്ക് ജയിച്ചു വരാനാകും. അതിന് കേരളം തിരഞ്ഞെടുക്കണോ എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കണമെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നു. എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് യോഗ്യരായ സ്ഥാനാർത്ഥികളുണ്ട്. പേര് പരസ്യമായി ചർച്ച ചെയ്തിട്ടില്ലെന്നതുകൊണ്ട് ഞങ്ങൾക്ക് മികച്ച സ്ഥാനാർത്ഥികൾ ഇല്ലെന്നല്ല. മറ്റു മുന്നണികൾ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതിന് നടപടിക്രമങ്ങളുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ 19 MPമാരും മത്സരിക്കുമെന്നാണ് കേട്ടത്. അതിന് അവർക്ക് കൂടുതൽ ചർച്ച വേണ്ടതില്ല. LDFൽ സ്ഥാനാർത്ഥികളല്ല, പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. പ്രാഥമിക ചർച്ച പൂർത്തിയാക്കി കഴിഞ്ഞാൽ കേന്ദ്ര നേതൃത്വമാണ് ഈ കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കുക എന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.